പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ഒരു അറബി ഗാനം സയ്യിദ് മുഹമ്മദ് ഫളൽ. السلام عليكم. اليوم نلعب وهاهنا لم يكتب عملا تبرنا اليوم نلي فايجا لم يكتب عملا فايدا يا إنسان أنت تغير الغائبا يا إنسان أنت تغير الزائما كان أجلنا كاذبا أعمال هجتنا هو نستجيب ربنا يسفل بلتنا ربي يسفل بلتنا اليوم نلعب وهاهنا لم يكتب عملا تبرنا اليوم نلي فايجا لم يكتب عملا فايدا يا إنسان أنت تغير الغائبا يا إنسان أنت تغير الغائبا يذان من أعمار أعمال هجتنا هو نستديم ربنا يسفل جلتنا ربي يسفل جلتنا اليوم نلعب وهاهنا لم يكتب عملا تبرنا اليوم نلي فايجا لم يكتب عملا فايدا يا إنسان أنت تغير غائبا يا إنسان أنت تغير غائبا. അടുത്തതായി ഒരു പ്രസംഗം മുഹമ്മദ് ഷഹീൽ 7ാം ക്ലാസ്. السلام عليكم. الحمد لله والصلاة والسلام على سيدنا مصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, വിഷയത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണവിശേഷങ്ങളുടെ മഹത്വത്തിന്റെയും ഉടമേർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവികതയുടെ സർവ്വഘടകങ്ങളും പ്രവാചകനിൽ നിന്ന് അന്തർലീനമായിരുന്നു. ആ സാമൂഹ്യ നന്മയാണ് അവൾ ലക്ഷ്യം വെച്ചത്. സാർത്ഥത അവിടെ ലവലേശം സ്ഥാനമില്ല. തനിക്ക് വേണ്ടി സ്വയം ഇഷ്ടപ്പെടുന്ന എന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളിൽ ആരും വിശ്വാസിയാവില്ല. ചരിത്രത്തിലെ പ്രഖ്യാപനം ചരിത്രത്തിലെ പ്രൗഢോജ്വല പ്രഖ്യാപനമാണ്. ജാതി മതഭേദം വർണ്ണവർഗ വൈശിഷ്ട്യവും പ്രവാചക ജീവിതത്തെ തീരെ സ്വാധീനിച്ചില്ല. ഉർമാൻ പഴത്തെ പോലെ ചുവന്നു തൊടുത്ത് സൽമാൻ ഫാർസിയെയും കറിക്കട്ട പോലെ കറുത്ത ബിലാലുവിൻ റബീഹിനെയും ഒരു തളികയിൽ ഭക്ഷിപ്പിച്ച് അങ്ങനെ വർണ്ണതവറിയും മതവരും പ്രവാചകൻ തൂത്തെറിഞ്ഞു. ഈ ഉദാത്തമായ സമത്വബോധം ഭാരതീയ നവോത്ഥാനത്തിന്റെ നായകൻ സ്വാമി വിവേകാനന്ദനെ കൊണ്ടുപോലും പഠിപ്പിച്ചു. സമത്വത്തിന്റെ സന്ദേശവാഹനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സ്മരിക്കുന്ന വേളയാണിത്. ഒട്ടനവധി ചരിത്ര പുരുഷന്മാർ നമ്മുടെ മനോപുരത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ അവരെല്ലാം പ്രവാചകന് മുമ്പിൽ തലകുനിക്കുന്നു. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഏതൻസിലൂടെ അലിയുന്ന സോക്രട്ടീസ് ജ്ഞാനിയ മനുഷ്യനെ തേടി പട്ടാപ്പകൽ പന്തം കൊളുത്തി തെരയുന്ന ഡയോനിസ് ആൽബസ് തുടങ്ങിയ ഒട്ടനവധി ചരിത്ര പുരുഷന്മാർ. ഇവരിൽ ഹിമാലയമായി നമുക്ക് ഉയർന്നു കാണാവുന്നത് പ്രവാചകൻ മാത്രമാണ്. സർവോപരി നമ്മുടെ നബിയുടെ സംശുദ്ധ ജീവിതം സ്വജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് നമ്മെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ആഘോഷം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഗാനം മൊജേറിറ്റി 2ാം ക്ലാസ്.
അസ്സലാമു അലൈക്കും. എന്നും കാലത്തുണരും ഞാൻ, എല്ലാ കർമ്മവും ചെയ്യും ഞാൻ. പല്ലുകൾ തേച്ചു കഴിക്കാനും തെല്ലുമെനക്ക് മടിയല്ല. വീട്ടിൽ തേച്ചു കൊലക്കാനും തയ്യാറാണ് ഞാനെന്നും. പാപ്പയോടൊപ്പം നിസ്കാരം എന്നും എന്നോട് പതിവാണ്. ഉമ്മ പറയും വാക്കുകളെ ഒന്നും തള്ളുകയില്ല ഞാൻ. മദ്രസ തന്നിൽ പോയിടാൻ മടിയൊന്നും തോന്നില്ല. ഉസ്താദരെയും കാര്യങ്ങൾ ഉള്ളം തന്നിലുണ്ടാകും. മുറ പോലെല്ലാം ചെയ്തിടും. പാഠം നന്നായി പഠിച്ചിടും. ശീലം നന്നായി കോലം നന്നായി നടപടിയെല്ലാം നന്നായാൽ വീടും നാടും നാട്ടാരും നമ്മളെ ഇഷ്ടം വച്ചിടും. മുഹമ്മദ് ഷാമിൽ KP 2ാം ക്ലാസ്. അസ്സലാമു അലൈക്കും. എല്ലാം പടച്ചവൻ അല്ലാഹു, എല്ലാം കാണും അല്ലാഹു, എല്ലാം കേൾക്കും അല്ലാഹു, എന്നും തനിച്ചവൻ അല്ലാഹു. കരയും കടലും ആകാശം സൂര്യനും ചന്ദ്രനും നക്ഷത്രം എല്ലാം തീർത്തവൻ അല്ലാഹു, എന്നും തനിച്ചവൻ അല്ലാഹു. വെള്ളവും വായുവും ഭക്ഷണവും വേണ്ടതുപോലെ പാർപ്പിടവും നമ്മളിലേക്ക് അല്ലാഹു, നമ്മുടെ നാഥൻ അല്ലാഹു. അവനെ നാം വായിത്തേണം, അതിനായി അറിവ് പഠിക്കണം, നിത്യം മദ്രസയിൽ പോണം. അസ്സലാമു അലൈക്കും. മുഹമ്മദ് ഫായിസ് NV 2ാം ക്ലാസ്. അസ്സലാമു അലൈക്കും. നോക്കൂ നോക്കൂ കുട്ടികളെ, കേൾക്കൂ കേൾക്കൂ കുട്ടികളെ, ഈ കൊച്ചനുജന്റെ ഉപദേശം. കാര്യം പറയാം കളി കയറല്ലേ കുട്ടികളെ. സന്ധ്യമയങ്ങും നേരത്ത് സജ്ജിതരാവുക പഠനത്ത്. TV ക്കരികിൽ പോവല്ലേ, തീരാ നഷ്ടം പേരല്ലേ. സമയം കളയും വിജയം കുറയും, TV പെട്ടിയെ സൂക്ഷിച്ചോ. അസ്സലാമു അലൈക്കും. ഒരു ഇംഗ്ലീഷ് പ്രസംഗം. സയ്യിദ് സൈനുൽ ആബിദീൻ ആൻഡ് മിൻഹാജ്. Assalamu alaikum. Respected chairman, teachers and friends. Assalamu alaikum. ആദരണീയരായ ഉസ്താദുമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. Today we are celebrating the birthday of Prophet Muhammad sallallahu alaihi wasallam. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ്. He was born in Makkah. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിലെ മക്കയിലാണ് പ്രസവിക്കപ്പെട്ടത്. He lost his father before his birth and lost his mother when he was 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ മുമ്പ് പിതാവും വളർന്ന് 6 വയസ്സാവുമ്പോൾ മാതാവ് മരണപ്പെട്ടിരുന്നു. May Allah the Almighty help us to follow His path and on His path. Amin. Assalamu alaikum. ലോകനാഥൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുഭാവം സ്വീകരിച്ച് പിൻപറ്റി മരിക്കാനും നമ്മെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും. മുഹമ്മദ് ഹുസൈൻ. അസ്സലാമു അലൈക്കും.
നീ എല്ലാം കാണുന്നോനല്ലേ, നീ എല്ലാം അറിയുന്നോനല്ലേ, എൻ കൽബിലെ വേദന അറിയില്ലേ അല്ലേ. ഈ നെഞ്ചിനുള്ളിലെ നമ്പരമോർത്ത് ഞാൻ തേടുന്നു, പകലന്തിയായി തേടുന്നു അല്ലേ. ഈ നെഞ്ചിനുള്ളിലെ നമ്പരമോർത്ത് തേടുന്നു അല്ലേ. ഉടയോനെ നിന്നെ ഞാൻ വാഴ്ത്തുന്നു, പരിമേക്ഷണത്തിനായി തേടുന്നു അല്ലേ. ഈ നെഞ്ചിനുള്ളിലെ നമ്പരമോർത്ത് ഞാൻ തേടുന്നു. ഉയരുന്ന കൈകളല്ലേ, നിറയുന്ന മീകളല്ലേ, പതരുന്ന ഹൃദയമോടെ പാടുന്ന പുഷ്പം പോലെ പരിശുദ്ധ നായക നീ തന്നെ, ജന്മത്ര നായക നീ തന്നെ അല്ലേ. ഈ നെഞ്ചിനുള്ളിലെ നമ്പരമോർത്ത് ഞാൻ തേടുന്നു. ഹൃദയം വീടും വീടുമ്പോൾ കഥനം പൊയിഞ്ഞിടുമ്പോൾ കഥനം പോയിഞ്ഞു തേങ്ങി. അസ്സലാമു അലൈക്കും. മുഹമ്മദ് അലി. അസ്സലാമു അലൈക്കും. മർഹബാ യാ നൂറൈനി, മർഹബാ ജദ്ദൽ ലുസൈരി, മർഹബാ യാ നൂറൈനി, മർഹബാ ജദ്ദൽ ലുസൈനി. ആരംഭീരനോ അമിതോ നിങ്ങും പരനോ, ആലത്തിൽ ശോഭ തെളിഞ്ഞു അദിയോദർ വീരനോ. മർഹബാ യാ നൂറൈനി, മർഹബാ ജദ്ദൽ ലുസൈനി. ആദയോ നന്മ ഇതച്ചു ആമീന ബീബി ചിരിച്ചു, മോദത്താൽ വാനിൽ പറന്നു പക്ഷികൾ ഗാനം മോഹിച്ചു. മർഹബാ യാ നൂറൈനി, മർഹബാ ജദ്ദൽ ലുസൈനി. സഗദാഡംഗം വാരണ്ടു സാഹിബുൽ കൗസർ കണ്ടു, കബയിലുള്ള പ്രതിമ ഉള്ളും സാഗർന സാജബ. മർഹബാ യാ നൂറൈനി, മർഹബാ ജദ്ദൽ ലുസൈനി. മുശ്രിക്കിൽ കോട്ട തകർന്നു മക്കത്തേളിവ് പരന്നു, മുത്തേ ഹബീബ് പിറന്നു സത്യം ജഗത്തിലണഞ്ഞു. മർഹബാ യാ നൂറൈനി, മർഹബാ ജദ്ദൽ ലുസൈനി. പാരിടായും തെളിഞ്ഞു പവനാദിനിൽ പറന്നു, പാരിടാമാകെ പറന്നു. മർഹബാ യാ നൂറൈനി, മർഹബാ ജദ്ദൽ ലുസൈനി. അസ്സലാമു അലൈക്കും. കയറിൻ്റെ ഇനിയും കയവാശവും സവിശേഷങ്ങൾ സൂര്യൻ്റെ കരളിൻ്റെ ഇനിയുന്നതെന്ന കലവാശവും സവിശേഷങ്ങളെ
റസൂലിന്റെ അടുത്തത് പ്രസംഗം ഇർഷാദ് അലി PP 6ാം ക്ലാസ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ സുദിനവേളയിൽ ഹുബ്ബ് റസൂൽ എന്ന വിഷയത്തെ കുറിച്ച് അല്പം ഞാനും സംസാരിക്കാം. അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ലോകത്തെ തന്നെ പടക്കാൻ കാരണക്കാരനായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുകയാണെങ്കിൽ സമുദ്രത്തിലെ ജലം മുഴുവൻ മഷിയാക്കിയാൽ പോലും തീരുകയില്ല എന്ന് ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് ഈ ലോകത്ത് ഉടലെടുത്ത പുത്തൻ പ്രസ്ഥാനക്കാർ അവർ മുഅ്മിനുകളാണ്. അവർ പറയുന്നില്ല. നബി തങ്ങൾ സാധാരണക്കാരനാണ്. മാത്രമല്ല, നബി തങ്ങളുടെ മദ്ഹുകൾ പറയുന്നതും പാടുന്നതും ശിർക്കാണ്. എന്നാൽ ഇവർ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള പ്രവാചകന്മാരെ നാം സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ നാം ആരെയാണ് സ്നേഹിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്? അതുപോലെ തന്നെ പുത്തൻ പ്രസ്ഥാനക്കാർ പറയുന്നു നബി തങ്ങൾ സാധാരണക്കാരനാണ്. നബി തങ്ങളോട് മൃഗങ്ങൾ സംസാരിച്ചില്ലേ? മലമൂത്ര വിസർജന തിരുന്നാൽ കല്ലുകളും മരങ്ങളും മറയായി വന്നില്ലേ? നബി തങ്ങൾ സാധാരണ മനുഷ്യനല്ല. എന്നാൽ ഇതിലും വലിയ തെളിവ് എന്താണ് വേണ്ടത്? ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒരിക്കൽ ഒരു അറാബിയ മനുഷ്യൻ വന്ന് നബിയോട് ചോദിച്ചു, നബിയെ, എന്നാണ് ഖിയാമത്ത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതിനുവേണ്ടി നീ എന്താണ് തയ്യാർ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ആ അറാബിയ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹം ഒഴിച്ചൊന്നും കാര്യമായി കരുതിയിട്ടില്ല. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും നാളെ പരലോകത്ത്. നബി തങ്ങളുടെ മുയ്സിങ്ങൾ നാഥൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ, ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും. അടുത്തത് സനിൽ KK 3ാം ക്ലാസ്. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനസ്സതാക്കളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പ്രസംഗിക്കാൻ നിങ്ങളുടെ മുമ്പൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിഗ്രഹമോദനം ഉപേക്ഷിച്ച് അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ തുടങ്ങി. ഖുറൈശികൾ ശുഭിതരായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം തടസ്സപ്പെടുത്തി. ഒരു കൂട്ടം ഖുറൈശിയും പ്രമുഖന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൃഥ്വിനായ അബൂ താലിബിനെ സമീപിച്ചു പറഞ്ഞു, താങ്കളുടെ സഹോദരപുത്രൻ നമ്മുടെ ദൈവങ്ങളെ അധിക്ഷേപിക്കുന്നു, പൂർവിതാക്കന്മാരുടെ മാതാദത്യങ്ങളെ പൂജിക്കുന്നു. അവനെ അതിൽ നിന്ന് തടയണമെന്ന് താങ്കളോട് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അബൂ താലിബ് സമീപമേ സംസാരിച്ച് അവരെ പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടർന്നുകൊണ്ടായിരുന്നു. അനുയായികൾ കൂടിക്കൂടുവന്നു. ഖുറൈശികൾ അരിശം മൂത്തു. വീണ്ടും അവർ അബൂ താലിബിനെ കണ്ടു പറഞ്ഞു, നമ്മുടെ ദൈവങ്ങളെ പൂജിക്കുന്നു, അവനെ അതിൽ നിന്ന് തടയണം. ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധ്യമല്ല. തടയാവനെ ഇല്ലെങ്കിൽ അബൂ താലിബ് യുദ്ധം. ഏറെ നേരം ചിന്തിച്ചതിന് ശേഷം അബൂ താലിബിനെ വിളിച്ചു വരുത്തി ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ വലത്തേക്കെല്ലാം ആർക്കാണെയും ഇടത്തേക്കെല്ലാം അമ്പിളിയെ വെച്ചു നടന്നപ്പോൾ ഈ സത്യമാർഗത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഒന്നെങ്കിൽ ഞാൻ ഈ പോരാട്ടത്തിൽ ജയിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ പ്രജ്ഞാനത്തിൽ വിജയിക്കും. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. അടുത്തത് മുഹമ്മദ് മിൻഹാജ് KP 3ാം ക്ലാസ്. ആദരണീയായ ഉസ്താദുമാരെ, ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. വമ്പിച്ച ഈ നബിദിന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വിശുദ്ധിയ ബുദ്ധിയിലും സാമൂഹ്യത്തിലും എന്ന വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പുതിയ ജീവിതത്തിൽ ഒരാൾ പുലർത്തേണ്ട വിശുദ്ധിയെ സമ്പാദിച്ച് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നുണ്ട്. പരിശോധിച്ച് നോക്കാം. പകുതിയാണ് എന്ന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപാലന നമ്മുടെ മുമ്പിലുണ്ട്. ശുദ്ധീകരണ നിയന്ത്രണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു ശുദ്ധിയെ പുലർത്തുവാൻ ഖുർആൻ പറയുന്നു. ലാഹിറൻ ബബാത്തിയൻ, ബഹുമാനമായോ ആദരികമായോ ആലോചിച്ചു നോക്കൂ. എന്നാൽ ബഹുമാനമായോ ആദരികമായോ എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരർത്ഥമാണ്
പുതിയ ജീവിതത്തിലും പൊതുജീവിതത്തിലും മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലും ഞാൻ വിശുദ്ധരായിരിക്കണം. ഖുർആനിന്റെ കൽപ്പനയാണിത്. ഇത്രയും പറഞ്ഞ എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് സംഘഗാനമാണ്. 1-ാം ക്ലാസ് സിനാൻ MK, മുഹമ്മദ് ഫായിസ്, ഷഹൽ മുഹമ്മദ്. അസ്സലാമലൈക്കും. ഞാനൊരു പാട്ട് പാടി നബിയാണ്, നബിയാണ്, ഉമ്മാമി നബിയാണ്, ഉപ്പയുമാണ്. നബിയുടെ മക്കളത്ത് മരണപ്പെട്ടു മദീനത്ത്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം ഭയപ്പെടണം. അസ്സലാമു അലൈക്കും. ഗാനം മുഹമ്മദ് സുഫിയാൻ ടി, 4-ാം ക്ലാസ്. മുഹമ്മദ് സുഫിയാൻ ടി, 4-ാം ക്ലാസ്. അസ്സലാമു അലൈക്കും. തിരുനബിയെ അങ്ങുറങ്ങിടോ, ഈ മടിയിൽ കിടന്നുറങ്ങിടോ. ഇവിടെ അല്പം വിശ്രമം കഴിഞ്ഞ് യാത്ര തുടരാം. അന്ന് സൗരഗുഹ അകമില്ലേ മൊയ് കേൾക്കുകയായി. തിരുനബിയെ അങ്ങുറങ്ങിടോ, ഈ മടിയിൽ കിടന്നുറങ്ങിടോ. ഇവിടെ അല്പം വിശ്രമം കഴിഞ്ഞ് യാത്ര തുടരാം. അന്ന് സൗരഗുഹ അകമിൽ ഈ മൊയ് കേൾക്കുകയായി. അബൂബക്കർ സിദ്ദീഖോരെ മുത്തുനബിയുടെ കൂടെ തിരുനാടാം മദീനത്തിൽ പോകും വായിൽ കണ്ട സൗരമലയിലെ ഗുഹയിൽ കയറുകയായി. ഗുഹയിലുള്ള ചെറുമാളങ്ങളടക്കുകയായി. തുണിച്ചീടുകളായി ഒരു പോത്തിൽ സിദ്ദീഖാവർ കാൽ കൊണ്ട് മൂടി. അന്നേരം വിഷജന്തു അവരുടെ കാലിൽ കടിച്ചിടുന്നു. വേദനയിൽ പുളഞ്ഞിടുന്ന സിദ്ദീഖ് തങ്ങളമീൻ തിരുനബിയുടെ പൂങ്കവിളത്ത് വീണിടുന്നു. ഉടനെ ഉണക്കമുറന്ന നബിയും കാര്യമറിഞ്ഞല്ലോ. അൽസമയം നബിയുള്ള തടവുകയായി. ഉമിനീരം കഠിന വിഷം ശിറാഫിൽ നിന്നും മാറിയിടുന്നു. ഉടനെ സിദ്ദീഖ് തങ്ങളെ ചുണ്ടിൽ പുഞ്ചിരിയായി. തിരുനബിയെ അങ്ങുറങ്ങിടോ, ഈ മടിയിൽ കിടന്നുറങ്ങിടോ. ഇവിടെ അല്പം വിശ്രമം കഴിഞ്ഞ് യാത്ര തുടരാം. അന്ന് സൗരമൊയ് കേൾക്കുകയായി. അസ്സലാമു അലൈക്കും. മുഹമ്മദ് യാസീൻ KK, 4-ാം ക്ലാസ്. അസ്സലാമു അലൈക്കും. എത്ര നേരം കാത്തിരുന്ന റൗള കാണുവാൻ, എന്നിരാശ തീർത്തിടണേ റബ്ബു റഹീമേ. എത്ര നേരം കാത്തിരുന്ന റൗള കാണുവാൻ, എന്നിരാശ തീർത്തിടണേ റബ്ബു റഹീമേ. എന്റെ മുത്തി റസൂലുള്ളാഹി, എന്റെ ഖാതീം ഹബീബുള്ളാഹി. എന്റെ മുത്തി റസൂലുള്ളാഹി, എന്റെ ഖാതീം ഹബീബുള്ളാഹി. എത്ര നേരം കാത്തിരുന്ന റൗള കാണുവാൻ, എന്നിലാശ തീർത്തിടണേ റബ്ബു റഹീമേ. എത്ര നേരം കാത്തിരുന്ന റൗള കാണുവാൻ, എന്നിലാശ തീർത്തിടണേ റബ്ബു റഹീമേ. അമ്പിയാക്കന്മാരിൽ എന്നും സയ്യിദോരെ, അഹദോനിൻ ഹുബ്ബേകിയ പുണ്യ പൂങ്കാവരെ. അമ്പിയാക്കന്മാരിൽ എന്നും സയ്യിദോരെ,
അഹരോനിന്നുപേകിയ പുണ്യ പൂങ്കാവരെ റഹ്മാന്റെ കനിയായോരെ എന്നും ശഫാഅത്തിനുടയവരെ റഹ്മാന്റെ കനിയായോരെ എന്നും ശഫാഅത്തിനുടയവരെ എത്ര നേരം കാത്തിരുന്നു റൗള കാണുവാൻ എന്നിരാശ തീർത്തിടണേ റബ്ബു റഹീമേ എത്ര നേരം കാത്തിരുന്നു റൗള കാണുവാൻ എന്നിരാശ തീർത്തിടണേ റബ്ബു റഹീമേ നബിയെ കണ്ടിടുവാൻ ആശ തീർത്തിടുവാൻ എന്റെ ഹബീബിനൊരു സ്വയം ചൊല്ലിടുവാൻ റഹ്മാനെ തുണയേകണേ മോഹങ്ങൾ തീർത്തിടണേ റഹ്മാനെ തുണയേകണേ മോഹങ്ങൾ തീർത്തിടണേ കാണുവാൻ എന്നിലമേ എത്ര നേരം കാത്തിരുന്നു റൗള കാണുവാൻ എന്നിലാശ തീർത്തിടണേ റബ്ബു റഹീമേ. അസ്സലാമു അലൈക്കും. സംഭാഷണം മുഹമ്മദ് സാലിഹ് പി കെ 6ാം ക്ലാസ്, നിഹാൽ മുഹമ്മദ് കെ 5ാം ക്ലാസ്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്താ സാലിയെ നബിദിന പരിപാടിയൊന്നും കണ്ടില്ലായിരുന്നല്ലോ? എനിക്ക് ചെറിയ വിഷയം ഉണ്ടായിരുന്നു. എന്ത് ബിസിയാണ് നീക്ക് ഇപ്പോൾ? ക്രിക്കറ്റ് ഉണ്ടായിരുന്നു, ഇന്ത്യയും പാകിസ്ഥാനും. അവരെത്ര റൺസ് എടുത്തിരുന്നു? സച്ചിൻ 50 റൺസും അക്തർ 30 റൺസും പാകിസ്ഥാനെ മുഴുവനത്തിനെയും ഔട്ടാക്കി. മോനെ നീ എല്ലാം കൃത്യമായി പറയുന്നുണ്ടല്ലോ. ഈമാൻ കാര്യം എത്രയാണ്? ഇമാൻ കാര്യം ഒരു റൺസും എടുത്തിട്ടില്ല, അവൻ കളിക്കും ഇറങ്ങിയിട്ടില്ല. മോനെ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം പഠിക്കാൻ നടക്കുകയാണല്ലേ? അതെല്ലാം എവിടെ വെച്ചാണ് പഠിക്കുക? എന്നെനിക്കും പഠിക്കാൻ ബുദ്ധിയുണ്ട്. എങ്കിൽ ഞാൻ പഠിക്കുന്ന തർബീയത്തുൽ അത്ഫാൽ എന്ന മദ്രസയിൽ വരാൻ തയ്യാറാണോ? ഞാനും നിന്റെ കൂടെ വരാം. മാതാപിതാക്കളെ ഞങ്ങളെ പോലത്തെ എത്ര മക്കളുണ്ട്, ഒന്നും അറിയാൻ തളരുന്ന മനസ്സിൽ നീ തണലേക്ക് റബ്ബേ കഥനങ്ങൾ പേമാരി തീർക്കും നെഞ്ചിൽ വേദനയല്ലാതാരി കേൾക്കും ദുനിയാവ് ദുരിതക്കടൽ തെരയാണ്